പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നമ്മുടെ അടുക്കളകളിൽ നമ്മൾ സാധാരണഗതിയിൽ പലതരത്തിലുള്ള സ്പൈസസ് ഉപയോഗിക്കാറുണ്ടല്ലേ. ഉദാഹരണമായി പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മല്ലി, ഒട്ടനവധി വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇവയൊക്കെ ഉപയോഗിക്കുക? ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും അതിന് ഉപകാരമുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റിയൊക്കെ? ഒരു ദിവസം നമുക്കൊരു സ്പൈസസ് ഒന്നും കിട്ടിയില്ല, കാര്യമായിട്ട് മുളകൊന്നും ഇല്ലായിരുന്നു, അല്ലെ ഉപ്പ് വേണ്ടതും ചേർക്കാൻ സാധിച്ചില്ല. എങ്ങനെ ഇരിക്കും ആഹാരം? അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നൊരു സ്പൈസ്, അതായത് വെളുത്തുള്ളിയെപ്പറ്റി പഠിക്കാം നമുക്കിന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, പല കറികൾക്കും ഉപയോഗിക്കുന്ന അല്ലേ, അതിൻ്റെ പല രീതികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ മുളകൊക്കെ പൊട്ടിച്ച് കൂട്ടുമ്പോൾ വേണ്ടി ഇത് പൊട്ടിച്ച് ചേർക്കാറുണ്ട് ചിലപ്പോൾ ഒക്കെ. ഇല്ലെങ്കിൽ നമ്മളത് വറുത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഓയിൽ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പല ആഹാരങ്ങളും നമ്മൾ അരച്ച് ചേർക്കാറുണ്ട്. ഇങ്ങനെ പല രീതികളിലെ ഭാവങ്ങളിൽ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. വെളുത്തുള്ളിയെ പറ്റി പറയുമ്പോൾ ഇതൊരു സാധാരണ ഇതിൽ നമ്മുടെ കേരളത്തിൽ അധികം വളരുന്നതല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ, കർണാടകയിലും അതുപോലെ തമിഴ്നാട് ചില ഭാഗങ്ങളിലും നോർത്ത് ഇന്ത്യയിലെ ഈ കുറേ ഭാഗങ്ങളിലൊക്കെ വളരുന്നൊരു ചെടിയാണ്. നമ്മളധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഏകദേശം ഒരു 30 സെൻറ്റിമീറ്ററോളം ഉയർത്തി വളരും. അതിൻ്റെ ഇലകൾ നല്ല മാംസളമായ ചെറിയ ഇലകളാണ് വരും. 2 വശത്തേക്ക് ഇലകൾ വരും. അതിൻ്റെ ബൾബാണ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു കിഴങ്ങെന്ന് നമുക്ക് പറയാം. അതിൽ തന്നെ ആ ഒരു കിഴങ്ങിൽ തന്നെ കുറേ കവറിങ്സ് ഉണ്ട് അല്ലേ. നമ്മൾ ഒരു കവർ പൊളിച്ച് പിന്നെയും കുറേ കവർ പൊളിച്ച് കുറേ കവറുകളുടെ ഉള്ളിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുക. അതും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതും പിന്നെ ഓരോ ചെറിയ ചെറിയ ബൾബുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, ഓരോ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ തൊലി പൊളിച്ച് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. എന്തിനൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുക? ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്? ഇതിൻ്റെ ഗുണം എന്താണ്? ഇതിൻ്റെ അകത്തും 5 രസങ്ങളുണ്ട്. അതായത് പുളി ഒഴികെയുള്ള ബാക്കി 5 രസങ്ങളും ഉള്ള ഒരു ഔഷധമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. ഇതിന് ഉഷ്ണവീര്യമാണ്, അതുപോലെ വളരെ തീക്ഷ്ണതയുണ്ട്. അതായത് വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന, വളരെ പെനട്രേറ്റിംഗ് ആക്ഷനുള്ള, അതായത് ഇതിന് തുളച്ച് കയറാൻ പോലും ശക്തിയുള്ള അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഔഷധമാണ്. അതുപോലെ ആഹാര പദാർത്ഥവുമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. വെളുത്തുള്ളി മുറിച്ച് നോക്കി നമുക്ക് ഒന്ന് നമ്മൾ നെടുകെ ഛേദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മുള പോലെ ഉണ്ടല്ലേ ഓരോ അല്ലിയുടെ ഉള്ളിലും. അതിൻ്റെ ആ അല്ലിയാണ്, അതിലേക്ക് ആ ഒരു മുളയ്ക്കാണ് ഏറ്റവും അധികം തീക്ഷ്ണത കൂടുതൽ. ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്, അപ്പം നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കണം. പക്ഷേ അതിൻ്റെ ആ ഒരു ഭയങ്കര കുത്തൽ വരണ്ടാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ആ ഒരു മുളയുണ്ടല്ലോ അതെടുത്ത് മാറ്റിയിട്ട് ആഹാരത്തിൽ ചേർത്താൽ മതി. വെളുത്തുള്ളിയുടെ ഗുണം കിട്ടുകയും ചെയ്യും, എന്നാൽ അത്രമാത്രം തീക്ഷ്ണത ഇതിനുണ്ടാകുകയില്ല. ഇത് പ്രധാനമായിട്ടും കഫത്തെയും വാതത്തെയും കുറയാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്.
പ്രത്യേകിച്ചും വാതരോഗികൾക്കും കഫരോഗികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണെന്ന് തന്നെ നമുക്ക് പറയാം വെളുത്തുള്ളി. നമ്മുടെ ആഹാരം ഔഷധമല്ലാതായി മാറുമ്പോഴാണ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ മറ്റു പല രോഗങ്ങൾക്ക് അടിമപ്പെട്ട് നമുക്ക് പല മരുന്നുകളും കഴിക്കേണ്ട അവസ്ഥയിലായിട്ട് വരുന്നു. അതായത് നമ്മൾ നമ്മുടെ ആഹാരം പ്രോപ്പറായിട്ട് വേണ്ട രീതിയിൽ പാകം ചെയ്ത് വേണ്ട അളവിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് രോഗമുണ്ടാവില്ല. അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല. കുരുമുളകും മല്ലിയും ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളി ഇതൊക്കെ ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട്. ഇതിന് പ്രധാനമായിട്ടും രസോന അല്ലെങ്കിൽ ലശൂന അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ആയുർവേദത്തിൽ. അതായത് ഇതിന് ഒത്തിരിയേറെ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ലശൂന എന്നറിയപ്പെടുന്നത്. രസോന എന്ന് പറയുമ്പം ഒരു രസം മാത്രം കുറഞ്ഞ് ബാക്കി 5 രസങ്ങളും ഉള്ളത്, അതായത് 5 ടേസ്റ്റുകളും ഉള്ള ചെടി എന്നുള്ള അർത്ഥത്തിലാണ് രസോന എന്നുള്ള പേര് അറിയപ്പെടുന്നത്. ഇനി നമുക്കിതിൻ്റെ ചെറിയ ഉപയോഗക്രമങ്ങളെപ്പറ്റി നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും വെളുത്തുള്ളിയെപ്പറ്റി ചിന്തിക്കുക നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഹൃദയത്തിൻ്റെ എല്ലാ രോഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അത് നമുക്കൊരു ക്ഷീരപാകം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ക്ഷീരപാകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദ്രവ്യം, അതായത് ഒരു ഔഷധം ചേർത്ത് അതിലത്ത് പാലിൻ്റെ അളവ് വെള്ളവും ചേർത്ത് അതിനെ പാലളവാക്കി വറ്റിക്കുന്ന ആ രീതി പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുകൾക്കാണ് ക്ഷീരപാകം എന്ന് പറയുന്നത്. ഇത് ക്ഷീരപാകമായിട്ടാണ് വെളുത്തുള്ളി പ്രത്യേകിച്ചും നമ്മൾ ഈ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെയിം ഔഷധം ഗ്യാസിൻ്റെ പ്രശ്നം, ഗ്യാസ് ട്രബിളിനൊക്കെ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നടുവേദന, അതായത് വാതസംബന്ധമായ രോഗങ്ങൾ നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതിന് ഉണ്ടാക്കേണ്ട ഇത്രയും ആവശ്യമുള്ളൂ. 5 ഗ്രാം വെളുത്തുള്ളി അത് ജസ്റ്റ് ചതച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് 40 മില്ലി പാലും 40 മില്ലി വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. 5 ഗ്രാം വെളുത്തുള്ളി, 40 മില്ലി പാല്, 40 മില്ലി വെള്ളം. ഇത് തിളച്ച് വറ്റി ആ വെള്ളം വറ്റി 40 മില്ലിയായി മാറണം. അതായത് ടോട്ടൽ 80 മില്ലിയാണ് അടുപ്പേ വെച്ചിട്ടുണ്ടല്ലോ, അത് വറ്റി 40 മില്ലി ആകുന്ന വരെ നമ്മൾ തിളപ്പിക്കണം. അതിനുശേഷം 10 മില്ലി വീതം രാവിലെയും വൈകുന്നേരവും കുടിക്കുക. ഇതാണ് ഔഷധക്രമം. ഇത് ഗ്യാസ് ട്രബിളിനും അതുപോലെ മറ്റ് വയറിൻ്റെ അസ്വസ്ഥതകൾക്കും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ആർക്ക് വേണമെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് പാലിൽ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ തീക്ഷ്ണത കുറയും. ഞാൻ ആദ്യം പറഞ്ഞത് വളരെ പെനട്രേറ്റിംഗ് ആക്ഷനുള്ള ദ്രവ്യമാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇത് പാലിൽ തിളപ്പിച്ച് അത് ക്ഷീരപാകമാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സ്ട്രാ പെനട്രേറ്റിംഗ് ആക്ഷൻ കുറയും. എന്നാൽ അതേസമയം തന്നെ ഇത് ഹാർട്ടിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ നമുക്കറിയാം പലർക്കും നമ്മൾ ഹാർട്ടിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പം കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ. ഒത്തിരിയേറെ പേർക്കുണ്ട് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് നമുക്കൊരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാം. വെളുത്തുള്ളി അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് ഭരണിക്കകത്തിട്ട് വയ്ക്കുക. 100 ഗ്രാമോ 50 ഗ്രാമോ നമുക്ക് സൗകര്യം പോലെ എടുക്കുക, എത്ര വേണമെങ്കിലും. അതൊരു ഗ്ലാസ് ഭരണിയിലിട്ട് വയ്ക്കുക. അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് വയ്ക്കുക. അതായത് നമ്മുടെ വെളുത്തുള്ളി മൂടി നിൽക്കണം തേന്. അത്രയും തേൻ ഒഴിച്ച് വയ്ക്കുക. നന്നായി അടച്ച് 21 ദിവസം വയ്ക്കുക. 21 ദിവസത്തിന് ശേഷം ദിവസവും 2 അല്ലി വെളുത്തുള്ളിയും ഒരു സ്വല്പം തേനും കൂടെ എടുത്ത് രാവിലെ കഴിക്കുക വെറും വയറ്റിൽ. പല വാതരോഗങ്ങളും ഔഷധമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നടുവേദന, അല്ലെങ്കിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്ന ഒരു ഗൃദ്രസി എന്ന് പറഞ്ഞ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനുകൾ വരിക സ്വെല്ലിങ്ങോടുകൂടി, അങ്ങനത്തെയൊക്കെ അസുഖങ്ങളിൽ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ചും പല കഷായങ്ങളിലും വാതസംബന്ധമായ കഷായങ്ങളിലും ഇത് ഔഷധത്തിൻ്റെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പം ഒരു പ്രത്യേകിച്ച് ജോയിൻറ്റിലൊക്കെ വേദനയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി എടുത്ത് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് തിന്നായിട്ടൊരു പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു തീക്ഷ്ണദ്രവ്യമാണ്, അതുകൊണ്ട് ഒത്തിരി കട്ടിയിൽ അപ്ലൈ ചെയ്താൽ ഒത്തിരി പുകച്ചിൽ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇങ്ങനെ ലോക്കൽ അപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ചും പിത്തം അധികമുള്ള, അതായത് ശരീരത്തിന് പൊതുവേ ചുട്ടുനീറ്റിലും പുകച്ചിലും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അവർക്ക് ഓൾറെഡി പിത്തം അധികമാണ്. അപ്പം ആ ഒരു കണ്ടീഷനിൽ നമ്മൾ വീണ്ടും വെളുത്തുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ശരീരം പുകയാനായിട്ടും മറ്റ് പിത്തവികാരങ്ങൾ ഉണ്ടാകാനായിട്ട് സ്കിൻ റാഷസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ നമുക്ക് പുകച്ചിലോടുകൂടി അല്ലാതെ സാധാരണ നീരും വേദനയും നിൽക്കുന്നത്, കഫവും വാതവും അധികമായൊരു കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലൊക്കെ ഇത് ലോക്കൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
പിന്നെ നമുക്ക് ഇത് എണ്ണയായിട്ടും ഉണ്ടാക്കി ഉപയോഗിക്കാം. ഒരു സ്വല്പം വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് കുറച്ച് മതി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ആ വെളുത്തുള്ളി ഒന്ന് നല്ല ബ്രൗൺ കളറായി വന്നാൽ മതി. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാകമാകും. ആ എണ്ണ ചൂടോടുകൂടി അപ്ലൈ ചെയ്യുക. ഇതും വേദനകൾ കുറയാനായിട്ട് സഹായിക്കും. അതുപോലെ മറ്റൊരു വാതത്തിൻ്റെ രോഗമാണ് ഹനുസ്തംഭം എന്ന് പറയും. അതായത് നമ്മുടെ ഈ വായുടെ ഈ ഭാഗമുണ്ടല്ലോ, ഇവിടുത്തെ ഈ ജോയിന് ചെറിയ പ്രശ്നം വന്നിട്ട് വാനെ അടയ്ക്കാനും തുറക്കാനും ബുദ്ധിമുട്ട്. ചിലപ്പോൾ തുറന്നതിനിരിക്കും, അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്വല്പം ഇന്ദുപ്പും വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രീ ആയി കിട്ടും. അത് ആശ്വാസമാകും. ഉദരക്രിമിയിൽ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം. അതായത് വയറുകൃമിയുടെ ശല്യമൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തുള്ളി, കായവും അതുപോലെ വിഴാലരി നമ്മുടെ അങ്ങാടിപ്പെട്ടി വാങ്ങിക്കാൻ കിട്ടും. ഇത് വെളുത്തുള്ളി ഉണക്കിയെടുത്ത് പൊടിക്കണം. ഇത് 3 ചേർത്ത് പൊടിച്ചിട്ട് 1 ഗ്രാം വീതം മതി. രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു 3 ദിവസം വരെ 5 ദിവസം വരെ കൊടുക്കുക. ഉദരക്രിമികളൊക്കെ ചത്തുപോയിക്കോളും. അത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ ചിലപ്പോൾ നമുക്ക് കൈ കാലുകളുടെ ഈ വിരലുകളുടെ ഇടയിൽ ഇങ്ങനെ ചൊറിച്ചിൽ വരും അല്ലേ, ചെറിയ കുരു പോലെയൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പം വെളുത്തുള്ളിയും അതുപോലെ സ്വല്പം മഞ്ഞളും കൂടി ചേർത്ത് അരച്ചിട്ട് പുരട്ടി കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ മാറും. പിന്നെ ന്യൂമോണിയ, അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുമ്പോൾ കഫരോഗങ്ങളാണല്ലോ. കഫരോഗങ്ങൾ നമുക്ക് ആശ്വാസമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടതിൻ്റെ നീര് ഉള്ളിൽ കഴിക്കാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഞാൻ ആദ്യം ഒരു വാതത്തിന് വേദനയ്ക്ക് തൈലം ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ, ആ തൈലം ചെസ്റ്റിൽ നിന്ന് പുരട്ടി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചു കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ കഫം ഇളകി പുറത്തേക്ക് പോരാനായിട്ട് സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് നമുക്കറിയാം പെട്ടെന്ന് ചിലപ്പോൾ ജലദോഷം വന്നു ചെവി വേദന വരാറുണ്ടല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഇത് വെളുത്തുള്ളി ഇടിച്ച് പിഴിഞ്ഞ് ഒരു നീരെടുക്കുക, 2-3 തുള്ളി വെച്ച് ചെവിയിൽ ഉറ്റിച്ചു കൊടുക്കുക. അത് ചെറുതായിട്ട് ചൂടായിട്ട് ഉറ്റിക്കുവാണ് കുറച്ചുകൂടി നല്ലത്. ജസ്റ്റ് ഒരു സ്പൂണിലേക്ക് എടുത്തുനിന്ന് തീയിൽ കാണിച്ചാൽ മതി, ഇപ്പോൾ ചൂടായി കിട്ടും. ആ എണ്ണ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീർന്ന് പതിയെ ചൂടാക്കിയിട്ട് 2-3 തുള്ളി ചെവിയിൽ ഇട്ടിച്ചു കൊടുക്കുക. പെട്ടെന്ന് ആ വേദന മാറും. പിന്നെ ചെവിയുടെ പുറത്തൊക്കെ ഒന്ന് പതിയെ ഒന്ന് ആ നീരിന് സ്വല്പം പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ടോൺസിലൈറ്റിസിന് ഔഷധമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതിന് വേണ്ടത് വെളുത്തുള്ളി ഒരു 3 അല്ലി, കൂറമുള്ളിൻ്റെ കൂമ്പ് 3 എണ്ണം. കൂറമുള് സാധാരണ നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ പറമ്പുകളിലൊക്കെ കാണാറുണ്ട്. ഒരു ബ്രൗൺ കളറിലെ ചെടിയാണ്, ഏകദേശം ഒരു തണ്ടൊക്കെ ബ്രൗൺ കളറിലിരിക്കും, നിറയെ മുള്ളുകളാണ്. പൊട്ടിച്ച ഒരു വാട സ്മെല്ല് വരുന്ന ഒരു മഞ്ഞ കളറിലെ പൂക്കളൊക്കെ ഉണ്ടാകും, കൊലയായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകും ചെടിയാണ്, പലർക്കും അറിയാമായിരിക്കും. അതിൻ്റെ കൂമ്പ് ഒരു 3 ഇത് രണ്ടും കൂടി ചേർത്ത് അരച്ച് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഒരു 3 മുതൽ 5 ദിവസം വരെ കഴിക്കുന്നത് ഉത്തമം. ടോൺസൈറ്റിസിൻ്റെ പ്രശ്നം ഉള്ള സമയത്ത് കഴിക്കണം. ഒട്ടും ഇല്ലാത്ത സമയത്ത് കഴിച്ചിട്ട് വലിയ കാര്യമില്ല, ഉള്ള സമയത്താണ് കഴിക്കുന്നത്. ഇനിയിപ്പം കൂറമുളക് കിട്ടാനില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ വേറൊരു മരുന്ന് നമുക്ക് കഴിക്കാം. അതിന് വേണ്ടത് 2 അല്ലെങ്കിൽ 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 5 കല്ലുപ്പ്, 5 കുരുമുളക്, കൊടകൻ്റെ ഇല 5 എണ്ണം, ആര്യവേപ്പിൻ്റെ ഇല 5 എണ്ണം. അപ്പോൾ 2 ഇലയുണ്ട്, 3 ഉണങ്ങിയ ദ്രവ്യങ്ങളുണ്ട്. അതായത് ആര്യവേപ്പിൻ്റെ ഇലയും കൊടകൻ്റെ ഇലയും, അതുപോലെ കുരുമുളകും കല്ലുപ്പും വെളുത്തുള്ളിയും എല്ലാം തന്നെ 5ആണ്. വെളുത്തുള്ളിക്ക് വലിപ്പം അധികം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് 2 അല്ലെങ്കിൽ 3 എണ്ണം മതിയെന്ന്. ഇത് വായിലിട്ടിട്ട് ഒരുമിച്ച് ചവച്ചതിൻ്റെ നീരിറക്കുക. രാവിലെയും വൈകുന്നേരവും 2 നേരവും ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ആ ടോൺസിൽ, ഇൻഫ്ലെയിംഡ് ആയ ടോൺസിലൊക്കെ സൈസൊക്കെ കുറഞ്ഞ് നല്ല ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ വെളുത്തുള്ളിക്ക് വേറൊരു പ്രധാനപ്പെട്ടൊരു ഗുണമുണ്ട്. അതായത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവിനെ കീപ്പപ്പ് ചെയ്യാനായിട്ട്, ആ ഒരു ഈസ്ട്രജൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേക കഴിവ് വെളുത്തുള്ളിക്കുണ്ട്. അതായത് നമ്മൾ ആഹാരത്തിൽ ഉപയോഗിച്ചാൽ മതി, അതിനുവേണ്ടി പ്രത്യേകിച്ച് വെളുത്തുള്ളി കഴിക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ ആഹാരത്തിൽ കറികളിലൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പം എന്താ ഈസ്ട്രജൻ്റെ പ്രാധാന്യം? നമുക്കറിയാം സ്ത്രീകൾക്ക് ഒരു 45 വയസ്സ് 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു മെനോപോസിൻ്റെ ടൈമാകും, അതായത് പീരിയഡ്സൊക്കെ നിൽക്കുന്നൊരു സമയം. ആ സമയത്ത് ശരിക്കും ഹോർമോണിൻ്റെ അളവ് കുറയും. അപ്പോഴെന്താ സംഭവിക്കുക? ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു കഴിയുമ്പോഴേക്കും ബോണിൽ നിന്നും, അതായത് ശരീരത്തിന് ആവശ്യമായ കാൽസ്യം വേണം. അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ ബോഡിക്ക് കാൽസ്യം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി നോർമലി കുറയും. അപ്പം ബോഡിക്ക് ആവശ്യത്തിന് കാൽസ്യം കിട്ടാവരും അടുത്ത് എന്താ ചെയ്യുക? ബോൺസ്, നമ്മുടെ എല്ലുകളിലുള്ളിൽ കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും ബോഡി കാൽസ്യം വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അടുത്ത അനന്തരഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രാക്ചേഴ്സ്, പെട്ടെന്ന് തന്നെ നമുക്ക് വീണാൽ എല്ലുകളൊക്കെ പൊട്ടുന്ന അവസ്ഥയുണ്ടാകും. അപ്പം ഇങ്ങനൊരു അവസ്ഥ, അതായത് ഓസ്റ്റിയോപൊറോസിലേക്ക് പെട്ടെന്ന് പോകാതിരിക്കാനായിട്ട് ഈ വെളുത്തുള്ളിയുടെ ഉപയോഗം നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു നാച്ചുറൽ ഈസ്ട്രോജൻ സ്റ്റിമുലേറ്റിംഗ് കപ്പാസിറ്റി കൊണ്ടാണ് അത് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഒരു രസായനമായിട്ട്, അതായത് ബോഡിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ചും ഒരു സിവിയർ ആയിട്ടുള്ള വാതരോഗമൊക്കെ വന്നിങ്ങനെ ഒത്തിരി സിവിയറായ കണ്ടീഷൻസിൽ രസായനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഔഷധമായിട്ട് തന്നെ നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. രസായനമായിട്ട് ഇങ്ങനെ ടാബ്ലറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയുടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്.
അതായത് ഇപ്പം ഒരു സൈഡൊക്കെ പാരലിസിസ് ഒക്കെ ആവാറുണ്ടല്ലേ, ഒരു സൈഡൊക്കെ തളർന്നു പോയി, അങ്ങനെയുള്ളവർ ചിലപ്പം തീരെ അവർ സംസാരിക്കില്ല, അവർക്ക് കണ്ണു പോലും തുറക്കാൻ പറ്റില്ല, ചിലപ്പം കണ്ണു മുഖമൊക്കെ അഫക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നസ്യം ചെയ്യാനായിട്ട്, അതായത് മൂക്കിലിറ്റിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ നീര് ഉപയോഗിക്കുന്നുണ്ട്. വളരെ തീക്ഷ്ണ ദ്രവ്യമാണ്, പക്ഷേ അതൊരു പ്രത്യേക ഡോസിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിന് അത്രയും വലിയ ആക്ഷൻ പോലുമുണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ട്, ഞാൻ പല വ്യക്തികൾക്കും ചെയ്തിട്ട് നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് തന്നെ ആൾ ശരിക്കും പെട്ടെന്ന് തന്നെ കോൺഷ്യസ് ആയി വരും, അവർ കുറച്ചും കൂടി പിക്കപ്പായി വരുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ ആയുർവേദ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് രോഗങ്ങൾ ചിലപ്പോൾ ഒരു ആവരണം കൊണ്ടുണ്ടാവാമെന്ന് പറയാറുണ്ട്. അതായത് ആവരണം എന്ന് പറയുമ്പോൾ എന്താ, നമ്മളെന്തോ കവർ ചെയ്ത് വെച്ചേക്കുന്നു. അതായത് ചില രോഗങ്ങളുടെ കാരണം ഇപ്പോൾ കഫം വാതത്തെ ആവരണം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതായത് ആ വാതത്തിന് നോർമലായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ആ കഫത്തിൻ്റെ ആവരണത്തിനകത്ത് പുറത്ത് കിടക്കണം. അപ്പം ഈ ലശൂനം, അതായത് നമ്മുടെ വെളുത്തുള്ളിക്ക് ഈ ആവരണത്തെ ഭേദിക്കാനുള്ള പ്രത്യേക ഒരു കപ്പാസിറ്റി ഉണ്ട്. ഒരു ബെസ്റ്റ് ആവരണ ഹരദ്രവ്യമാണെന്നാണ് ലശൂനത്തെ പറ്റി അല്ലെങ്കിൽ വെളുത്തുള്ളിയെ പറ്റി പറയുന്നത്. ആ ഒരു പ്രത്യേക ആക്ഷനാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പല വാതരോഗങ്ങളിലും നമുക്ക് ഈ വെളുത്തുള്ളി ഇൻറ്റേർണലി ഉപയോഗിക്കുമ്പോഴും പുറമെ പുരട്ടുമ്പോഴും അത് പേസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇത്ര റിസൾട്ട് ഉണ്ടാവാനുള്ള കാരണം. നമ്മൾ ഇന്ന് വെളുത്തുള്ളി എന്ന് പറയുന്ന ഈ ഒരു വസ്തു നമ്മുടെ എല്ലാ വീടുകളിലുമുള്ളൊരു സാധനമാണ്. നമ്മളെല്ലാ കറികൾക്കും ഉപയോഗിക്കും. അങ്ങനെ ഈ വെളുത്തുള്ളി കൊണ്ട് അതേസമയം മരുന്നും കൂടി ഉണ്ടാക്കാം. വേദനയ്ക്കുള്ള മരുന്നാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വേദനയ്ക്കുള്ള മരുന്ന് ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് അത് നമുക്ക് നോക്കാം. വെളുത്തുള്ളി നമ്മളുടെ വീട്ടിലുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിന് വേണ്ട ഒന്നാണ് വെളിച്ചെണ്ണ. അപ്പം ഈ വെളിച്ചെണ്ണ ആദ്യം നമ്മൾ ഒരു കുപ്പിയിലെടുത്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി എടുത്ത് നന്നായിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് അതിൻ്റെ പുറംതൊലി നമ്മൾ കളഞ്ഞിരിക്കണം. പുറംതൊലി കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് അത് ഇത് എണ്ണയിലേക്ക് അതിൻ്റെ പവർ ഇറങ്ങുകയില്ല. അപ്പം വെളുത്തുള്ളി വേദന സംഹാരിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം വേദനയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി എടുത്ത് നമ്മൾ പൊളിച്ചെടുക്കുന്നു. അങ്ങനെ പൊളിച്ചത് ഒരു 5-6 എണ്ണം വേണം. ഇതാ വെളുത്തുള്ളി പൊളിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പം പൊളിച്ച് വെച്ച വെളുത്തുള്ളിയാണിത്. ഇതിനൊരു 5-6 അല്ലി വേണം. അപ്പോൾ 1, 2, 3, 4, 5, 6 അല്ലി. അപ്പോൾ 6 അല്ലി വെളുത്തുള്ളി നമ്മളെടുത്തു. ഈ 6 അല്ലി വെളുത്തുള്ളി എടുത്തതിന് നമ്മൾ ഇതുപോലെ ഒരു തവി എടുത്തിട്ട് ആ തവിയിലേക്ക് നമ്മൾ ഇടുന്നു. തവിയിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഏകദേശം അത് നമുക്ക് ഒരു നേരത്തെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് അടുപ്പിൽ വെച്ച് ഈ വെളിച്ചെണ്ണയിൽ നല്ല മൂത്ത് നല്ലൊരു ചുമന്ന പരുവാകും. അങ്ങനെ ചുമന്ന പരുവായി കഴിയുമ്പം ഇതിൻ്റെ സത്ത് മുഴുവനും ഇറങ്ങിയിരിക്കും. ഈ വെളിച്ചെണ്ണ നമ്മൾ എവിടെ വേദനയുള്ളിടത്ത് തേച്ചാലും, തലയിൽ തേക്കണ്ട, ബാക്കി എല്ലാ കഴുത്തിന് താഴേക്കുള്ള വേദനയ്ക്ക് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മുട്ടിന് വേദന, കാല് വേദന, കൈ വേദന, അങ്ങനെ ജോയിൻ്റ് പെയിന്, ഇങ്ങനെ പലതരത്തിലുള്ള വേദനകൾ മനുഷ്യർക്ക് ഉണ്ടാകാമല്ലോ. അങ്ങനെ ആ പെയിനെല്ലാം ഈ മരുന്ന് വളരെ ഉപകാരപ്രദമാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാനും സാധിക്കും. നമ്മുടെ വീട്ടിലുള്ളതുമാണ് വെളിച്ചെണ്ണയും വെളുത്തുള്ളിയും. ഇനി നമുക്ക് വെളുത്തുള്ളി കൊണ്ട് മറ്റൊരു മെഡിസിൻ നമുക്കുണ്ടാക്കാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോൺസിലൈറ്റിസിന് സാധാരണ നമ്മൾ ഒത്തിരിയേറെ കുട്ടികളായിരിക്കുമ്പോഴും ഇച്ചിരി പ്രായമായി കഴിഞ്ഞാലും ഒരു 10-20 വയസ്സിന് താഴേക്കുള്ളവർക്കൊക്കെ ഈ ടോൺസിലൈറ്റിസ് വന്ന് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഈ ടോൺസിലൈറ്റിസിന് നമുക്ക് പറ്റിയൊരു മെഡിസിനാണ് ഈ വെളുത്തുള്ളി. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെഡിസിനാണ് ഈ കാണുന്ന ഇത് കൂറമുള്ളിൻ്റെ കൂമ്പ് എന്ന് പറയും. കൂറമുള്ള്, ഇതിൻ്റെ പേര് മലയാളത്തിൽ പറയുന്നതാണ് കൂറമുള്ളിൻ്റെ കൂമ്പ്. സാധാരണ ഈ മുള്ള് കണ്ടാൽ എല്ലാവരും വെട്ടിക്കളയും, പക്ഷേ ഇത് നല്ലൊരു മെഡിസിനും കൂടിയാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇത് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ഈ അസുഖം വരുമ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെഡിസിനാണിത്. അപ്പോൾ ഈ കൂറമുള്ളിൻ്റെ കൂമ്പ് നമ്മളെടുക്കുന്നു. ഒരു 2 അല്ലി മതി. ഇതേപോലെ 2 അല്ലി കൂറമുള്ളിൻ്റെ
കൂമ്പ് നമ്മളെടുക്കുന്നു. രണ്ട് കതിർപ്പാണിത്. ഇതതിൻ്റെ കൂമ്പ് ഭാഗം. ഇതായത് ഒടിച്ചെടുക്കാൻ പാകുന്ന മൂത്ത് പോയ ഭാഗം എടുക്കരുത്. അതിൻ്റെ ഒടിക്കാൻ, അതായത് ഇങ്ങനെ ഒടിക്കാൻ പാകമുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ ഉള്ള 2 കൂമ്പിനെ നമ്മളെടുക്കണം. 2 കൂമ്പ് നമ്മളെടുക്കുന്നു. അത് നന്നായി ചെറുതായിട്ട് അതിങ്ങനെ ഒടിക്കുന്നു. ഒടിച്ചതിന് ശേഷം നമ്മളതിനെ അരയ്ക്കാനാണ് പോകുന്നത്. അപ്പം അരയ്ക്കാനായിട്ട് നമ്മളിത് കല്ലിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ് 3 അല്ലി വെളുത്തുള്ളി എടുക്കണം. അപ്പം നമ്മൾ വെളുത്തുള്ളി കണ്ടു, അത് അതിൻ്റെ തൊണ്ട് പൊളിച്ചിട്ട് 3 അല്ലി വെളുത്തുള്ളി എടുത്തു. 3 അല്ലി വെളുത്തുള്ളി, ഇതാണ് 3 അല്ലി വെളുത്തുള്ളി. ഇത് കൂടുതൽ ഒട്ടും പാടില്ല, 3 അല്ലി വെളുത്തുള്ളിയേ പാടുള്ളൂ. ഇതിനെ നമ്മൾ ഇനി യോജിപ്പിച്ച് അരയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഈ കൂറമുള്ളിൻ്റെ കൂമ്പ് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ചതച്ചതിൻ്റെ കൂടെ നമ്മൾ ഈ ഓരോ വെളുത്തുള്ളി വെക്കുകയാണ്. അപ്പോൾ അരയാനുള്ള എളുപ്പത്തിന് വേണ്ടി കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ അല്ലി വെളുത്തുള്ളി വെച്ച് മെല്ലെ അരയ്ക്കുന്നു. വീണ്ടും അടുത്ത അല്ലി വെക്കുന്നു. അടുത്ത അല്ലി വെച്ച് നമ്മൾ അരയ്ക്കുന്നു. അത് ഏകദേശം ഒന്ന് ജോയിൻ്റ് ആയതിന് ശേഷം അടുത്ത അല്ലി വെക്കുന്നു. ഇപ്പം നമ്മൾ 3 അല്ലി വെളുത്തുള്ളിയും വെച്ചു. കൂറമുള്ളിൻ്റെ കൂമ്പ് 2 എണ്ണവും നമ്മൾ വെച്ച് അരച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉണ്ടാവും. നന്നായിട്ടൊന്ന് അരയണം. നന്നായിട്ട് അരഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പം നന്നായിട്ട് അരഞ്ഞ ഈ മിശ്രിതം നമ്മൾ എടുക്കുന്നു. ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പം ഉണ്ടാകുമല്ലോ ഇത്. ഈ മിശ്രിതത്തെ ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിൽ നിന്നും അല്പം നമ്മളെടുത്ത് പേഷ്യൻറ്റിൻ്റെ തൊണ്ടയിൽ, അതായത് വായിലല്ല തൊണ്ടയിൽ തന്നെ പുരട്ടി കൊടുക്കണം. അല്പം നമ്മളെടുത്ത് തൊണ്ടയിൽ പുരട്ടി കൊടുക്കുന്നു, ബാക്കി നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നു. ഇത് ജസ്റ്റ് അലിപ്പിച്ചിറക്കാൻ പറഞ്ഞാൽ മതി. ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല, കഴിക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ മുള്ളെല്ലാം അരിഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട. മുള്ള് കണ്ടു കഴിയുമ്പോൾ പേടിയാകും. മുള്ളെല്ലാം അരിഞ്ഞിട്ടുണ്ട്, നല്ലതാണ്. ഇത് ഇങ്ങനെ കൊടുക്കേണ്ട ഡോസ് ഒരു ദിവസം 2 നേരമാണ് കൊടുക്കേണ്ടത്, രാവിലെയും വൈകുന്നേരവും. വെറും വയറ്റിൽ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം വൈകുന്നേരം ഒരു 6 മണിക്ക്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 6 മണിക്ക് കൊടുക്കുക. അതുപോലെ അങ്ങനെ ഒരു 3 ദിവസം കൊടുത്തു കഴിയുമ്പം ടോൺസിലൈറ്റിസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ്. നമ്മൾ ഇന്ന് വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ കാണുകയായിരുന്നു അല്ലേ? ഇനി ഏതെങ്കിലും കണ്ടീഷൻ വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പിത്തം അധികമായ അവസ്ഥകൾ, അതായത് ഒത്തിരി അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ അധികം ഉപയോഗിക്കേണ്ട. പക്ഷേ അതിനും ഉപയോഗിക്കാം അസിഡിറ്റി ഉള്ളവർ, അതായത് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഉപയോഗിക്കാൻ ഒരു മെത്തേഡുണ്ട്. കുറച്ചധികം കറിവേപ്പില, 1-2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3 കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ വെളുത്തുള്ളി തന്നെ ഉപയോഗിക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ ഉപകാരപ്പെടുകയില്ല. അത് വീണ്ടും പിത്തം അധികമാക്കാനേ ഉപകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ചൂടുള്ള കാലാവസ്ഥ, അതായത് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലെ ആ ചൂട് കാലാവസ്ഥയിൽ വെളുത്തുള്ളി ഉപയോഗിക്കാം. പക്ഷേ അധികമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല, കാരണം വീണ്ടും അത് ബോഡി ഹീറ്റ് അധികമാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പറമ്പിൽ, പ്രത്യേകിച്ചും പുറത്ത് ജോലി ചെയ്യുന്നവർ, നല്ല വേനലിൽ നല്ല വെയിലത്ത് ജോലി ചെയ്യുന്നവർ ഉപയോഗിക്കാം. പക്ഷേ ഒന്ന് മിതമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ മറ്റൊരു കണ്ടീഷൻ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, അതായത് സ്കിൻ റാഷസ്, ചൊറിച്ചിലുകൾ, സ്കിന്നിന് മറ്റ് ചെറിയ ചെറിയ കുരു പോലെ ഉണ്ടാകുന്ന അങ്ങനെ ഒരു പിത്താനുബന്ധമുള്ള എന്ന് നമ്മൾ പറയും നമ്മുടെ ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച്. അങ്ങനത്തെയുള്ള കണ്ടീഷൻസിലൊക്കെ വെളുത്തുള്ളിയുടെ അമിതമായ ഉപയോഗം നല്ലതല്ല. എന്നും കരുതിക്കൊണ്ട് ഇപ്പോൾ കറിക്കൊന്നും ഒരു കടുക് പൊട്ടിക്കുമ്പോൾ ചേർക്കുന്നൊന്നും ഒരു പ്രശ്നമല്ല, അധികമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് മാത്രം. അപ്പോൾ നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? അത് എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എന്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. ഒരു കൊച്ചു വെളുത്തുള്ളിയാണ്, പക്ഷേ അതിനെക്കൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട്. ഒന്ന് ഓർക്കണം, ഒരു ചെറിയ വെളുത്തുള്ളി, ഇപ്പം നമ്മുടെ കടുകിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ ചെറുതല്ലേ, പക്ഷേ അതിൻ്റെ ഉള്ളൊക്കെ നിറഞ്ഞായിരിക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി ഈ വെളുത്തുള്ളിയുടെ ബൾബാണെങ്കിൽ എല്ലാം നിറഞ്ഞായിരിക്കുന്നത് അല്ലേ? ഓരോന്നിൻ്റെ ഉള്ളിലും നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതായത് ദൈവം സമൃദ്ധമായിട്ടാണ് ഓരോന്നിലും അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നത്.
ഒന്നിലും കുറവില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പൂർണ്ണതയുണ്ട്. ഇപ്പോൾ ഒരു വെളുത്തുള്ളി നമ്മൾ കാണുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ, അതിൻ്റെ പ്രത്യേക ഷേപ്പുണ്ട്, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഓരോ അറേഞ്ച്മെൻറ്റ്സും നമുക്ക് എപ്പോഴും സാധിച്ചിരിക്കില്ല. അത് ഓരോ വെളുത്തുള്ളിലും ഓരോ അല്ലിക്കും വ്യത്യസ്തമായ ഷേപ്പുകളും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പം ഓരോന്നിനും ദൈവം അതിനെക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു മാക്സിമം കഴിവുകൾ, അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിറവുകൾ അതിൻ്റെ വെറുതെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമുക്കും ഒരുപാട് നിറവുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഇപ്പം നമ്മൾ വെളുത്തുള്ളി പറ്റി പഠിച്ചപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ സാധിച്ചു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ ചുറ്റുമുള്ളവരിലുമൊക്കെ ഒത്തിരിയേറെ നന്മകൾ, അനുഗ്രഹങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട്. അവയോരോന്നും കാണാനും അവയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ടും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.